രാഹുൽ ദ്രാവിഡിന് ശേഷം വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീർ എത്തിയത്. എന്നാൽ ചില നാണംകെട്ട റെക്കോർഡുകൾ ഇന്ത്യൻ ടീമിൽ സമ്മാനിക്കാൻ ഗംഭീറിന് സാധിച്ചു. ഇത്തരത്തിലുള്ള 15 നാണക്കേടുകളാണ് പരിശോധിക്കുന്നത്. ഇതിലൊന്നാമത്തേത് ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ ഇന്ത്യ ഏറ്റുവാങ്ങിയ വമ്പൻ പരാജയമാണ്. 3 ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ പൂർണ്ണമായ പരാജയം ഇന്ത്യ ഏറ്റുവാങ്ങുകയുണ്ടായി. 36 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യ ന്യൂസിലൻഡിനെതിരെ സ്വന്തം നാട്ടിൽ ഒരു പരമ്പരയിൽ പരാജയപ്പെടുന്നത്. ഇതേ പരമ്പരയിൽ തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങുകയുണ്ടായി. 19 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുന്നത്. ഈ പരമ്പരയിൽ തന്നെ ഇന്ത്യ 50 റൺസിന് താഴെ ഓൾ ഔട്ട് ആവുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ ആദ്യമായാണ് ഇന്ത്യൻ ടീം 50 റൺസിന് താഴെ ഓൾ ഔട്ട് ആയത്. മാത്രമല്ല, ഇന്ത്യൻ മണ്ണിൽ ന്യൂസിലൻഡിനെതിരെ ആദ്യമായിരുന്നു ഇന്ത്യ ഒരു പരമ്പരയിൽ പരാജയപ്പെടുന്നത്. 12 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ പരാജയപ്പെടുക എന്ന റെക്കോർഡും ഇതോടെ ഇന്ത്യ പേരിൽ ചേർത്തു. ഈ പരമ്പരയിൽ തുടർച്ചയായി ഇന്ത്യ ടെസ്റ്റ് മത്സരങ്ങളിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 12 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യ തങ്ങളുടെ മണ്ണിൽ തുടർച്ചയായി ടെസ്റ്റ് മത്സരങ്ങളിൽ പരാജയം നേരിട്ടത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെട്ടതും 12 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. മാത്രമല്ല, ഇന്ത്യ സ്വന്തം നാട്ടിൽ 3-0 എന്ന നിലയിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടതും ഇതാദ്യമായായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് നാണക്കേടിന്റെ റെക്കോർഡുകൾ ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയ്ക്കിടെ പുതിയ പരിശീലകനായ ഗംഭീറിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലേക്ക് വന്നപ്പോഴും ഇന്ത്യക്ക് പരാജയമായിരുന്നു ഫലം. ഈ പരമ്പരയിലും ഗംഭീറിന് ഒരുപാട് നാണക്കേടുകളുണ്ടായി. മെൽബണിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ നാടകീയമായ പരാജയമാണ് ഇന്ത്യ നേരിടേണ്ടി വന്നത്. 13 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യ മെൽബൺ മൈതാനത്ത് ഒരു ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ നഷ്ടമായതോടെ മറ്റൊരു നാണക്കേടിന്റെ റെക്കോർഡും ഇന്ത്യ സ്വന്തമാക്കി. 10 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യ തുടർച്ചയായി ടെസ്റ്റ് പരമ്പരകളിൽ പരാജയപ്പെട്ടത്. മാത്രമല്ല, 10 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന വമ്പൻ പരമ്പര നഷ്ടമാകുന്നത്. പരമ്പരയിൽ 3 മത്സരങ്ങളിൽ ഇന്ത്യ പരാജയം നേരിട്ടു. 12 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ഒരു ടെസ്റ്റ് പരമ്പരയിൽ 3 പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഈ ടെസ്റ്റ് പരമ്പരയിൽ കൂടി പരാജയം ഏറ്റുവാങ്ങിയതോടെ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കാണാതെ പുറത്താവുകയാണ് ഉണ്ടായത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചതിന് ശേഷം ആദ്യമായായിരുന്നു ഇന്ത്യ ഫൈനൽ കാണാതെ പുറത്തായത്. ഇതും ഗംഭീറിന്റെ അക്കൗണ്ടിൽ ഒരു നാണക്കേട് തന്നെയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പരാജയം നേരിട്ടതോടെ മറ്റൊരു മോശം റെക്കോർഡും ഇന്ത്യ സ്വന്തമാക്കി. ടീമിലുള്ള 5 താരങ്ങൾ സെഞ്ചുറി സ്വന്തമാക്കിയിട്ടും ഒരു ടെസ്റ്റ് മത്സരത്തിൽ ടീം പരാജയപ്പെടുക എന്നത് ഇതാദ്യമായാണ്. ഇത് മാത്രമല്ല, മത്സരത്തിന്റെ അവസാന ഇന്നിംഗ്സിൽ 350-ന് മുകളിൽ ഒരു വിജയലക്ഷ്യം എതിർ ടീമിന് മുൻപിലേക്ക് വെച്ചിട്ടും ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. 92 വർഷത്തെ ടെസ്റ്റ് ചരിത്രത്തിൽ ഇത് കേവലം 2ാം തവണ മാത്രമാണ് ഇത്ര വലിയ സ്കോർ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടത്. ഇത്തരത്തിൽ ഒരുപാട് നാണക്കേടിന്റെ റെക്കോർഡുകൾ ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതിനു ശേഷം ഇന്ത്യ ഏറ്റുവാങ്ങി. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.